കർത്താവിൻ്റെ ധന്യമായ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടട്ടെ. ദൈവവചനമായി ഒരിക്കൽ കൂടെ നിൽപ്പാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ആമോസിൻ്റെ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുവാൻ തക്കണമിടയാകുന്നു. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ വളരെ ഒരുക്കമുള്ളവരായി തീരണം എന്ന് നമുക്ക് കാലഘട്ടങ്ങളെ ബോധ്യപ്പെടുമ്പോൾ മനസ്സിലാക്കുവാൻ ഇടയാകുന്നു. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന കാലഘട്ടം, ലോകത്തിൻ്റെ സംഭവങ്ങൾ, വിധിചലനങ്ങളൊക്കെ നമ്മെ വിളിച്ചറിയിക്കുന്നത് യേശുവിൻ്റെ വരവേറ്റു വാസനമായിരിക്കുന്നു എന്ന്. ആയതുകൊണ്ട് നമ്മൾ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നാം പഠിക്കുമ്പോൾ അനവധി പ്രിയപ്പെട്ടവർ ദൈവത്തെ എതിരേൽക്കുവാൻ ആമേൻ ഒരുങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം ഇടയാകുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 2-5 വാക്യം വായിക്കുമ്പോൾ തൻ്റെ ഭവനത്തിലേക്ക് 3 ദൂതന്മാർ കടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ താൻ ഒരുക്കമുള്ളവനായി ഓടിച്ചെന്ന് ആമേൻ നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ച് അവരെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മുടെ കർത്താവിനെ സ്വീകരിക്കുവാൻ നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരാകണം. അതിനൊരു മാതൃകയാണ് അബ്രഹാം എന്ന് നമുക്ക് കാണുവാൻ ഇടയാകും. അവരറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ 3 ദൂതന്മാർ തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നതാണ് കണ്ടത്. താൻ ഓടിച്ചെന്നു എന്ന് പറയുന്നത് തൻ്റെ പ്രാഗൽഭ്യത്തെ കാണിക്കുകയാണ്. ഏത് സമയവും ആമേൻ കർത്താവ് ആമേൻ വരുമ്പോൾ എതിരേൽക്കുവാനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം എന്ന് ഈ ആമേൻ അബ്രഹാമിൻ്റെ ആ ഒരുക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. നിലം വരെ കുനിഞ്ഞ് അവരെ സ്വീകരിക്കുവാൻ ഇടയാകുക. ആമേൻ. ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ വിധേയത്വം, സമർപ്പണമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ആമേൻ. ദൂതന്മാരെ അവർ നമസ്കരിക്കുവാൻ ഇടയായി. ആമേൻ. തൻ്റെ വിനയം, ദൈവഭയം നമുക്കവിടെ കാണുവാൻ ഇടയാകുന്നു. ആമേൻ. ദൈവത്തെ എതിരേറ്റതുകൊണ്ട്, ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങിയതുകൊണ്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നീണ്ട വർഷങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനാ വിഷയത്തിനാണ് മറുപടി ലഭിക്കുവാൻ ഇടയാകുന്നത്. എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, ഈ ആമേൻ വചനത്തിനു മുമ്പാകെ നാം സമർപ്പിക്കപ്പെടുമ്പോൾ നിശ്ചയമായി കർത്താവിനെ എതിരേൽക്കുവാൻ നാം ഒരുക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ ആമേൻ കർത്താവിൻ്റെ വരവിന് മുമ്പ് നമ്മോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ ആമേൻ നിറവേറുവാൻ ഇടയാകും. ആയതിനു വേണ്ടി ഒരുക്കമുള്ളവരായി തീരുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുവാൻ ഇടയാകുന്നു. ആമേൻ. പാഠപുസ്തകം 19-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തെ എതിരേൽക്കുവാൻ വേണ്ടി മോശ ഒരുങ്ങിയതായിട്ട് നമുക്കവിടെ കാണുവാൻ ഇടയാകുന്നു. ആമേൻ. ആമേൻ. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ മോശ ദൈവത്തെ എതിരേൽക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആമേൻ ചില നിബന്ധനകൾ പറയുന്നുണ്ട്. ആമേൻ. ചില ദിവസം അവർ വേർതിരിച്ച് ഒരുങ്ങണമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഒന്നാമത്തെ കാര്യം? ആന്തരികമായ ഒരു ശുദ്ധീകരണം ദൈവത്തെ എതിരേൽക്കുവാൻ നമുക്ക് ആവശ്യമാണ്. പാഠപുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. 2, വസ്ത്രമലക്കണം. ആമേൻ. 19-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഭാഗ്യമായ ശുദ്ധീകരണമാണ്. ആമേൻ. അകവും പുറവും ഒരുപോലെ ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവത്തെ എതിരേൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. 3-ാമത്തെ പർവ്വതം തുടരുത്. 19-ാമത്തെ വാക്യം 19-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്കവിടെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല അതിര് സൂക്ഷിക്കണം എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് നമ്മുടെ അതിര്? ആമേൻ. 2 യോഹന്നാൻ 9-ാം
വേദവാക്യം വായിക്കുമ്പോൾ പ്രമാണത്തിൽ നിലനിൽക്കണം. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്കെന്ന ഉപദേശത്തില്, ദൈവം നമുക്കെന്നായിരിക്കും നിയമത്തിനകത്ത് ആമേൻ നാം നിലനിൽക്കുവാൻ വെക്കണം, ഇടയാകണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേ, അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആമേ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ആമേ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ വലതുഭാഗത്ത് ആമേ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്യുന്നവനാണ് കർത്താവ്. ഞാൻ പോയതുപോലെ മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആയതിനാൽ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും വാസനമായിരിക്കുന്നത് കൊണ്ട് അവനെ എതിരേൽക്കുവാൻ ഒരുങ്ങണ്ട ആമേ ഒരു കർത്തവ്യം ആമേ ഇന്നിന്റെ മണ്ണിൽ ജീവിക്കുന്ന നമുക്ക് ഏവർക്കുമുണ്ട്. ആയതിനാൽ വിശുദ്ധിയുള്ളവരായി, വേർപാടുള്ളവരായി, ഭയമുള്ളവരായി, പ്രാഗൽഭ്യമുള്ളവരായി നമ്മുടെ കർത്താവിനെ എതിരേൽക്കുവാൻ നമുക്ക് ഒരുങ്ങുവാൻ ആമേ കർത്താവ് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. യാതൊന്നിലും വീണു പോകാതെ, മലിനപ്പെട്ടു പോകാതെ, കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത ആമേ ഒരു നല്ല മടവാട്ടിയായി നമുക്ക് തീരുവാൻ കൃപാലുവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ആമേ നമ്മുടെ കർത്താവിനെ എതിരേൽക്കാൻ നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. കർത്താവായ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.